എന്റെ ഭാര്യ. ഒളിഞ്ഞു നോക്കുമ്പോൾ ഇവളെ കാണാൻ ഒരു ചന്തമുണ്ട്. പക്ഷെ കൂടെ കിടത്താൻ കൊള്ളില്ല. നാക്കെടുത്താൽ തെണ്ടിത്തരമേ പറയൂ. ഇവിടെ ഇവിടെ നോക്കടി. ആരാ അത്? ആരാ? രാജേട്ടനാണോ? അത് കൊള്ളാം. അപ്പം നിനക്കൊരു രാജേട്ടനുണ്ട്. അത് ശരി. എന്നെ തെറി പറഞ്ഞു ഓടിച്ചതിനുള്ള രഹസ്യം ഇപ്പൊ എനിക്ക് പിടികിട്ടിയടി. ഓ, നിങ്ങളായിരുന്നോ? പിന്നെ ആരാണെന്ന് കരുതിയാടി നീ തിടുക്കത്തിൽ വാതിൽ തുറന്നേ? ഞാൻ വിചാരിച്ചു വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കുന്നു. അതേടി, ഞാൻ നിനക്ക് പട്ടിയാ. രാജേട്ടനല്ലേ നിനക്ക് ദൈവം. ആരാടി നിന്റെ ഈ രാജേട്ടൻ? രാജേട്ടൻ ഇവിടെ അടുത്തുള്ളതാ. കൗശലേട്ടന് പുഴമീൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അയാളാന്ന് കരുതി. അങ്ങനെ സത്യം പറയടി. ഒരു മീൻകാരനായിട്ട് പോലും ചുറ്റിക്കറങ്ങുന്ന നിന്നെയാണല്ലോടി ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് കെട്ടിയത്. എടി, ഈ സമയത്ത് ഞാൻ പുഴയിൽ പോയി ഒരു ബണ്ട് കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ വേനൽ സമയത്ത് നീന്തി കുളിക്കായിരുന്നു. എവിടെയാടി നിന്റെ ചേട്ടന്മാര്? അവന്മാരെ കുത്തി കുടലെടുത്ത് ഈ വീടിന്റെ മുന്നിൽ ഞാൻ തോരണം കിട്ടൂടി, തോരണം. എടാ അളിയാ, ഇറങ്ങിപ്പോ. അവന്റെ കാര്യം ഇന്നും കട്ടപ്പക. നീ വാ. ഗുഡ് നൈറ്റ് കൗശലേട്ടാ. പാഞ്ചാലിക്ക് സൗഗന്ധികം പറിച്ചു കൊടുക്കാൻ ഭീമൻ വേണം. പക്ഷേ കിടപ്പറയിൽ പ്രവേശനമില്ല. ദുശാസനന്റെ തുടയടിച്ച് തകർക്കാനുള്ള കരുത്ത് ഭീമസേനയുള്ളൂ. അതാരും മറക്കണ്ട. എങ്കിൽ വാടോ, എന്റെ തുട ഫ്രീയാ. ആരാവിടെ? ഒരു ഭീമസേനോ? എന്തിനാ അളിയ ഇങ്ങോട്ട്? ഞാൻ എന്റെ ഭാര്യയെ കാണാൻ വന്നതാണ് അളിയ. മടിച്ചു നിൽക്കാതെ വാളിയ. ഇന്നാ എന്റെ തുട അടിച്ച് പൊട്ടിക്ക്. എന്റെ ഭാര്യക്ക് വേണ്ടെങ്കിൽ എന്തിനാളിയ എനിക്ക് തൊട? അടിക്ക്, പൊട്ടിക്ക്. എന്തിനാ അളിയ പൊട്ടിക്കാൻ ഈ പാതിരാക്കി ഇങ്ങോട്ട് കയറി വന്നത്? മാളവിക എങ്ങനെ അറിഞ്ഞാൽ? എന്റെ ഭാര്യയെ കാണാൻ വന്നതാണ് അളിയ. പക്ഷെ അവൾ എന്നെ പുറത്താക്കി വാതിലടച്ച് കളഞ്ഞളിയ. എന്റെ വിധിയും അതാണ് അളിയ. അതും അടച്ചോ? ഞാനൊരു ഭീമൻ, നീ മറ്റൊരു ഭീമൻ. സാറേ, വലിയ മീനൊന്നും കിട്ടിയില്ല. കുറച്ച് കരിമീൻ ഇങ്ങത്താ. രാജേട്ടന് സ്മോൾ അടിക്കണോ? അയ്യോ, അത് പിന്നെ. എന്നാ വാ, ഇതൊക്കെ വെട്ടിക്കണ്ടിച്ച് അടുപ്പിലാക്ക്. ഒന്ന് അനങ്ങി അനങ്ങി നടക്ക് രാജേട്ടാ. എന്റെ ഈശ്വരാ, ഇതാണോ രാജേട്ടൻ? ഞാൻ എന്റെ ഭാര്യയെ വെറുതെ സംശയിച്ച് എന്റെ പതിവൃതേ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ നീ ദേഷ്യപ്പെടരുത്. എന്നോടൊരു കാര്യം പറയാൻ ചേട്ടൻ എന്തിനു പേടിക്കണം? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറയട്ടെ? പറയൂ. കൗശലന്റെ പണവും സഹായവും ഗിഫ്റ്റും ഒക്കെ നിനക്ക് വേണം. പക്ഷേ ശരിക്കും നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ചേട്ടൻ പറഞ്ഞത് സത്യം. ശരിക്കും എനിക്ക് ചേട്ടനോട് മാത്രമേ സ്നേഹമുള്ളൂ. ചേട്ടനല്ലേ എന്റെ കഴുത്തി താലി കെട്ടിയത്. പിന്നെ ചേട്ടന്റെ നിർബന്ധം കൊണ്ട് ഞാൻ കൗശലിയേട്ടനെ ഗൗനിക്കുന്നു, അത്രേ ഉള്ളൂ. അത് പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ വേറൊരു കല്യാണം കഴിച്ചാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അയ്യോ, പുള്ളി കല്യാണം കഴിച്ചാൽ എനിക്ക് സ്വൈരം കിട്ടും, അല്ലാതെന്താ? വിഡ്ഢിത്തരം പറയരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ? അതെങ്ങനെ? എന്നെ ഭരിക്കുന്നതിനല്ലേ നിനക്ക് സാമർഥ്യമുള്ളൂ. എടി മാളൂ, അവനൊരു കല്യാണം കഴിച്ചാല് ഈ വീട് നമ്മൾ അവന് വിട്ടുകൊടുക്കണ്ടേ? നിന്റെ കുടുംബം കടമൊന്ന് മുടിഞ്ഞു കിടന്നപ്പോഴല്ലേ നീ എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്? എന്റെ ഭാഗത്തുള്ള സ്വത്തെല്ലാം എടുത്ത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെ ചികിത്സ നടത്തി. അവരുടെ 16 അടി യന്ത്രത്തിന്റെ ചെലവ് പോലും കൗശലല്ലേ നടത്തിയത്. ഈ നഗരത്തിൽ തന്നെ അവന്റെ പേരിൽ എത്രയാ കെട്ടിടങ്ങള്. പിന്നെ ബിസിനസ്സിൽ ഷെയർ. IAS നിന്ന് വോളണ്ടറി എടുത്തെങ്കിലും ബിസിനസിന്റെ കാര്യത്തിൽ അവൻ പുലിയല്ലേ, പുപ്പുലി.
അവനെ പിണക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിണക്കിയ നമ്മൾ അനുഭവിക്കും. ഏ? അപ്പൊ ഇതാണല്ലേ മനസ്സിലിരിപ്പ്? എന്നെ കെട്ടിയതാണോ നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണം? പറ, ആണോ? തുടങ്ങി വീണ്ടും. എന്ത്? ഇത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഏ ചൂടാകരുതെന്ന്. പിന്നെ ഞാൻ എന്തോ പറയണം? ചേട്ടൻ എന്നെ എത്ര നിർബന്ധിച്ചാലും എനിക്ക് കൗശല്യേട്ടനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാൻ പറ്റൂല. എന്റെ മനസ്സിൽ ഈ മുഖവും ഹൃദയവും മാത്രമേ ഉള്ളൂ ഏട്ടാ. അരങ്ങല്ലേ ഒരു മുഴുത്ത പേൻ എടുക്കട്ടെ. മക്കളെ ഉറങ്ങിയില്ലേടാ? ഇല്ല. എന്താ ഇത്? എനിക്ക് ഒരു സംശയം. എന്താ മോളെ? ഇത് ചെറിയച്ഛൻ, ഇത് വല്യച്ഛൻ. അപ്പൊ എന്റെ അച്ഛൻ ആരാ? ഭയങ്കര തലവേദന. കിടത്ത് കൈ വലത്ത് കൈ അടാ പൊക്കി വേണ്ടടാ ഓടാൻ. എനിക്കിന്ന് നേരത്തെ നിർത്തണം, കുറെ മെമ്പർമാരെ കാണാനുണ്ട്. ആയിക്കോട്ടെ. ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ. അമ്മാന്ന് വിളിക്കാത്തത് ഭാഗ്യം. ചാക്കോച്ചൻ ഇന്ന് കണ്ടില്ലല്ലോ. ഏയ്, അങ്ങേർക്ക് നടു പൊങ്ങണ്ടായോ? എഴുന്നേക്കണ്ടേ? ഇനി എണീറ്റിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓ, ഈ പിള്ളേർക്ക് ഇത് എന്തിന്റെ കേടാ? ഇങ്ങനെ നടന്ന ശരീരം ഇറങ്ങില്ലല്ലോ സാർ. കണ്ണ് സാധകം ചെയ്യണമെങ്കിലേ റോഡിൽ ഇറങ്ങണമെന്നില്ല. ആദ്യം തന്റെ കൊടവയറ് കുറയ്ക്കാൻ നോക്ക്, എന്നിട്ട് മതി എന്റെ കണ്ണ് സാധകം. സ്വന്തം കുറവ് കാണൂല, അച്ഛന്റെ കുറവ് കണ്ടുപിടിക്കാനാ ധൃതി. അങ്കിൾ, അച്ഛൻ വീട്ടിലുണ്ടോ? ഇപ്പൊ പാർക്കിൽ എത്തിയിട്ടുണ്ടാവും അങ്കിൾ. സീ യു അങ്കിൾ. ഞാനൊരു വിദേശയാത്ര കഴിഞ്ഞ് വന്നിട്ട് ഹൈമവതി മാത്രം വിശേഷമൊന്നും തിരക്കിയില്ല. ഓ, എനിക്കിത്തരം ഫോർമാലിറ്റീസിലൊന്നും വിശ്വാസമില്ല. എന്ന് വെച്ചാ ഹൈമവതിയുടെ പുരുഷ വിദ്വേഷം കൂടുന്നതല്ലാതെ കുറയണില്ല എന്നർത്ഥം. സ്ത്രീ ശാക്തീകരണം, അതിനുവേണ്ടി ഞാൻ പൊരുതുന്നു, അത്രേ ഉള്ളൂ. അർദ്ധനാരീശ്വരൻ, പ്രകൃതി പുരുഷൻ, ഇതൊക്കെയാണ് ഭാരതീയ സങ്കല്പം. പുരുഷൻ ഉണ്ടെങ്കിലേ സ്ത്രീകൾക്ക് പൂർണ്ണതയുള്ളൂ. ഇത്രയും കാലം കല്യാണം കഴിക്കാതിരുന്നിട്ടും എനിക്ക് പൂർണ്ണതയ്ക്ക് കുറവൊന്നുമില്ല. ഒട്ടും. എന്നെങ്കിലും ഈ കടുത്ത തീരുമാനത്തിന് മാറ്റം വന്ന ആദ്യം എന്നെ അറിയിക്കണം. പെണ്ണിനെ കുറിച്ച് ഓർക്കുമ്പോ മനസ്സിലേക്ക് ആദ്യം വരുന്ന രൂപം, മുഖം ഹൈമവതിയുടെ താണേ. തരുമോ? എന്ത്? സ്നേഹം തരുമോന്ന്. ഊട്ടി ചെന്നാലല്ലേ ഊട്ടിയുടെ തണുപ്പറിയും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ സ്വീകരണം കൊളമാക്കി അറിഞ്ഞു. സോറി സാർ, അപ്പോഴത്തെ രസത്തിന്. ഇനിയൊരു സ്വീകരണം നിങ്ങളുടെ അസോസിയേഷന്റെ അജണ്ടയിലുണ്ടോ, അതോ നിങ്ങൾ എല്ലാവരും കൂടി മാറ്റിയോ? അത് പിന്നെ പോയിട്ട് തിരക്കുണ്ട് സാർ, അതുകൊണ്ടാ. ഇത് രക്ഷപ്പെടലാണെന്ന് മനസ്സിലായി. നിങ്ങളുടെ അത്ര ഇല്ലെങ്കിലും അല്പബുദ്ധി എനിക്കുണ്ട് കേട്ടോ.